ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നല്ലൊരു ഈസി ആയിട്ടുള്ള ഇഫ്താർ സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മുട്ട ബജിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് അതിൽ കുറച്ച് ചീസൊക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാഷ് ചെയ്യണം. ഇതിന് മുട്ടയുടെ വെള്ളയും മഞ്ഞൊന്നും സെപ്പറേറ്റ് ചെയ്യണ്ട, ഒരുമിച്ച് തന്നെ മാഷ് ചെയ്തെടുക്കാം. കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഇനി 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൊസറല്ല ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്ന് ഓരോ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. ഈ ഒരു വലുപ്പത്തിൽ എല്ലാ ബോൾസും ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ടൊരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആക്കി എടുക്കുക. ബാറ്റർ ഈ ഒരു തിക്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ മുട്ട അതിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഈ ബാറ്ററിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓരോ ബോൾസും ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ബാറ്റർ മുട്ടയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്, അതുപോലെ തന്നെ നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ നോട്ടിഫിക്കേഷനായിട്ട് എനാബിൾ ചെയ്യുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയായി കാണാം. അതുവരെ ബൈ. താങ്ക് യു.